2021 ഡിസംബറിൽ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്കയിലേക്ക് ഞങ്ങൾ നടത്തിയ ഒരു ബഡ്ജറ്റ് ട്രിപ്പാണ് ഈ ട്രാവൽ സീരീസ്. കേരളത്തോട് ഒത്തിരി സിമിലാരിറ്റീസും അതുപോലെ തന്നെ ധാരാളം വ്യത്യാസങ്ങളുമുള്ള ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ശ്രീലങ്ക. നമ്മുടെ ശ്രീലങ്കയിലെ രണ്ടാമത്തെ ദിവസമാണിത്. നമ്മളിപ്പോൾ ഉള്ളത് കൊളംബോയിൽ നിന്ന് ക്യാൻറ്റീനിലേക്കുള്ള ട്രെയിനിലാണ്. അപ്പോൾ കൊളംബോയിലെ കാഴ്ചകൾ ലാസ്റ്റ് വീഡിയോയിലുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. കൊളംബോ കഴിഞ്ഞ ശ്രീലങ്കയിലെ ഏറ്റവും വലിയ ടൗണാണ് ക്യാൻഡി. ഈ ക്യാൻഡി അത്യാവശ്യം ഹൈറ്റിലുള്ള ഒരു സ്ഥലമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 മീറ്ററാണ് ക്യാൻഡിയുടെ ഹൈറ്റ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ട്രെയിൻ അത്യാവശ്യം കയറ്റം കയറിയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ കയറ്റം കയറി വരുന്നതനുസരിച്ച് കോടമഞ്ഞെല്ലാം കൂടി വരുന്നുണ്ട്. 7:30 കൊളംബോയിൽ നിന്ന് എടുത്ത ഈ ട്രെയിൻ ഏകദേശം 10 മണി ആയപ്പോഴേക്കും ക്യാൻഡിയിലെത്തി. നമ്മൾ ബുക്ക് ചെയ്ത ഹോം സ്റ്റേയിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഓട്ടോ എടുത്തു. ഇവിടുത്തെ ഓട്ടോക്കാരൊക്കെ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ് നമ്മുടെ അടുത്ത് ആദ്യം തന്നെ പറയുന്നത്. ശ്രീലങ്കൻ റുപ്പീസിൽ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യമൊന്നും ഞെട്ടും, പക്ഷേ ഇന്ത്യൻ രൂപയിലേക്കാക്കി ചിന്തിക്കുമ്പോൾ കുഴപ്പമില്ല, ഓക്കെയാണ്. ജസ്റ്റ് ഒരു ഡേ ഉള്ളൂ നമുക്ക് ക്യാൻഡി എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോയിട്ട് നമ്മുടെ ബാഗ് ഹോം സ്റ്റേയിൽ വെക്കണം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ. ഫുഡ് കഴിച്ചതിന് ശേഷം അമ്പുൽവാവ ടവർ എന്നൊരു സ്ഥലമുണ്ട്, അവിടെ പോകണമെന്നാണ് നമ്മുടെ പ്ലാൻ. ശ്രീലങ്കയിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് അമ്പുൽവാവ ടവർ. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ആണ് അങ്ങോട്ടുള്ള ദൂരം. അതിൽ ഗംബോള എന്ന് പറഞ്ഞൊരു ടൗൺ വരെ നമുക്ക് ബസ് കിട്ടും ക്യാൻറ്റീനിൽ നിന്ന്. പിന്നെ അവിടെ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ കൂടെ ഉണ്ട്. അതെങ്ങനെയാണ് പോകണമെന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. ഹോം സ്റ്റേയിൽ ബാഗ് വെച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു. ഇത് ഇവിടുത്തെ ചേച്ചിമാരായിട്ട് നടത്തുന്ന ഒരു ഫുഡ് കോർട്ട് പോലത്തെ സംഭവമാണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. അതേപോലെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ശ്രീലങ്കൻ ഫുഡ് ഇവിടെ ഉണ്ട്. നമ്മളൊരു എഗ്ഗ് ഹോപ്പറാണ് വാങ്ങിയത്. അതായത് നമ്മുടെ അപ്പം തന്നെ അതിന് നടുക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ബുൾസൈ പോലെ ഒഴിച്ചു തരും. പിന്നെ നമ്മൾ വാങ്ങിയത് ഒരു വെജ് റോളും ഒരു ഹെർബൽ ജ്യൂസുമാണ്. ഈ ജ്യൂസ് ഇവിടെയുള്ള ഇലക്കറികൾ വെച്ച് ഉണ്ടാക്കുന്നതാണ്. ഈ നാട്ടുകാർ ഇഷ്ടംപോലെ ഇലക്കറികൾ കഴിക്കും. നമ്മൾ വാങ്ങിയ എല്ലാ സംഭവവും നല്ല ടേസ്റ്റായിരുന്നു. ഒരുപാട് നാട്ടുകാർ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്ന് വെറുതെ സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണിത്. ഹെള്ള ഭോജൻ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ക്യാൻറ്റീനിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹൈലി റെക്കമെൻഡഡ് ആണ്. ക്യാൻറ്റീന്ന് ഗംബോളയ്ക്ക് എപ്പോഴും ബസ് ഉണ്ട്. നമുക്ക് ഭാഗ്യത്തിന് ഗംബോളയിൽ നിന്ന് ടവറിൻ്റെ എൻട്രൻസ് വരെ ഒരു ബസ് കിട്ടി. ഇവിടെ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ ആണ് ടവർ വരെയുള്ള ദൂരം. അതിന് ഓട്ടോ അവൈലബിൾ ആണ്. അപ്പ് ആൻഡ് ഡൗൺ പ്രൈസ് വരുന്നത് ഏകദേശം 1500 രൂപയാണ് ശ്രീലങ്കൻ റുപ്യ. 2000 ശ്രീലങ്കൻ രൂപയാണ് ഒരാൾക്ക് ടവറിൽ കയറാനുള്ള ടിക്കറ്റ് റേറ്റ്. അപ്പോൾ ഓട്ടോ ചാർജും എൻട്രൻസ് ടിക്കറ്റും കൂടെ ചേർത്ത് 5500 ലങ്കൻ റുപ്യാണ് 2 പേർക്കായി. ഏകദേശം 1500 ഇന്ത്യൻ രൂപ. അതിനുള്ള വെർത്തുണ്ടോയെന്ന് നമുക്ക് പോകുമ്പോൾ അറിയാം. നമ്മൾ സാധാരണ രീതിയിൽ ഇത്രയും ടിക്കറ്റ് റേറ്റ് വരുന്ന സ്ഥലങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാണ് ചെയ്യാറ്. 48 മീറ്ററാണ് ഈ ടവറിൻ്റെ ഹൈറ്റ് വരുന്നത്. നോക്കി, ഇതിൻ്റെ മുകൾ ഭാഗമൊന്നും കാണാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് മഞ്ഞാണ് ഇവിടെ. മുകളിലേക്ക് പോകുന്നതനുസരിച്ച് ചെറുതായി വരുന്ന രീതിയിലുള്ളൊരു ഷേപ്പാണ് ഈ ടവറിനുള്ളത്. അമ്പുൽവാവ ടവർ ഒരു മൾട്ടി റിലീജിയസ് സൈറ്റാണ്. ഈ കോമ്പൗണ്ടിൽ തന്നെ ഹിന്ദു, ബുദ്ധിസ്റ്റ്, മുസ്ലിം, ക്രിസ്ത്യൻസ് എല്ലാവർക്കുമുള്ള ആരാധനാലയങ്ങളുണ്ട്. അതുപോലെ അത്ര പഴക്കമൊന്നുമില്ല ഈ ടവറിന്. ഏതാണ്ട് 20 കൊല്ലമൊക്കെ ആയിട്ടുള്ളത് ഉണ്ടാക്കിയിട്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല. നമ്മൾ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ വീഡിയോസിലൊക്കെ ഉള്ളതിനേക്കാളും നല്ല വ്യൂ ആണ് നമുക്കിവിടെ കിട്ടിയത്. ഒരു സ്ഥലത്ത് തന്നെ നിന്ന് കഴിഞ്ഞാലും മഞ്ഞ് മാറുന്നതിനനുസരിച്ച് പുതിയ കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് വരണ സമയത്ത് ഡൗട്ടായിരുന്നു ഈ കാശ് കൊടുത്തത് വർത്തായോന്ന്. അതിലൊരു സംശയവും വേണ്ട, 100% വർത്താണ്. നമ്മൾ ഇതേവരെ കണ്ടിട്ടുള്ളത് വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് വ്യൂസാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ടവറിൻ്റെ സ്ട്രക്ചർ അത്ര സേഫ് അല്ല എന്നൊക്കെ ഞാൻ നെറ്റിൽ കണ്ടിരുന്നു. സയൻറ്റിഫിക് അല്ലാത്ത കൺസ്ട്രക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അത്ര സേഫ് അല്ല എന്നുള്ളത് ശരി തന്നെയാണ്. ഇവിടെ ഹാൻഡ് റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത്ര ഹൈറ്റ് ഒന്നുമില്ല. അതേപോലെ സ്റ്റെപ്പുകൾ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ചെറുതായി വരുവാണ്. പക്ഷേ നമുക്കിവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നിയത് ഇവിടുത്തെ ക്രൗഡ് മാനേജ്മെൻ്റ് ആണ്. ഈ ടവറിലേക്ക് കയറുന്ന ആൾക്കാരുടെ എണ്ണം കൺട്രോൾ ചെയ്യാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഒരാൾക്ക് തന്നെ നടക്കാനുള്ള വീതിയില്ല ഈ സ്റ്റെപ്പിനൊന്നും. ഇപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ആൾക്കാർ വരുമ്പോൾ ശരിക്കും കുടുങ്ങിപ്പോണ അവസ്ഥയാണ്.
ആൾക്കാർ ഓപ്പോസിറ്റ് വന്നപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ഈ സൈഡിൽ കാണുന്ന പോലത്തെ സ്ഥലത്ത് കയറി ഇരിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ സ്പേസസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര ചെറിയ സ്റ്റെപ്പ് ഉണ്ടാക്കിയവരെ സമ്മതിക്കണം. വളരെ ചെറിയ സ്റ്റെപ്പുകളാണ്. ആക്ച്വലി വളരെ വലിയൊരാൾക്ക് പോലും മുകളിൽ കയറാൻ പറ്റാത്തത്ര ചെറിയ സ്റ്റെപ്പാണ്. പക്ഷെ മുകളിൽ അവിടെയൊക്കെ ആയിട്ട് നിറയെ ആൾക്കാരാണ്. അപ്പോൾ നല്ലപോലെ സ്റ്റക്കായി. ടവറിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അതിന് പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു അവിടെ. നിങ്ങൾ വരികയാണെങ്കിൽ വീക്ക് ഡേയിലോ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഒക്കെ വരുമായിരിക്കും ക്രൗഡ് ഒഴിവാക്കാനായിട്ട് നല്ലത്. ഇല്ലെങ്കിൽ ഇതേപോലെ ടവറിൻ്റെ മുകളിൽ പെട്ടെടുക്കേണ്ടി വരും. അതുപോലെ വലിയ ബാഗുമായിട്ട് ടവർ കയറാൻ നോക്കരുത്. നമ്മുടെ കയ്യിൽ ചെറിയൊരു ബാഗായിരുന്നു, എന്നിട്ട് പോലും നല്ലപോലെ ബുദ്ധിമുട്ടി. നിങ്ങൾ ശ്രീലങ്കയിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം ഏതായാലും നോട്ട് ചെയ്ത് വയ്ക്കുക. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് അമ്പുലുവാവ ടവർ, കാൻഡി. നമ്മൾ തിരിച്ച് ക്യാൻഡിയിലെത്തി. നമ്മളിപ്പോൾ ക്യാൻഡി മാർക്കറ്റിലാണ്. നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനുണ്ട്. ഇത് മാംഗോ സീസൺ ആണെന്ന് തോന്നുന്നു. എല്ലായിടും നിറയെ മാങ്ങിയിരിപ്പുണ്ട്. ഒരു കേജിക്ക് 200 എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. അതായത് നാട്ടിലെ ഒരു 50 രൂപ വരും. Kerala also. Kerala also. Kerala is a beautiful place, no? Like Sri Lanka only. Our generation Kerala. My father coming from Kerala, Malappuram. Malappuram. My mother is grandfather coming from Tamil Nadu. They are the Indian generation. Kerala mix. Okay. My grandmother is talking Malayalam. For Sri Lanka, ஒரு ட்ரை பண்ணணுமா? இனிப்பு. നമ്മൾ കുറച്ച് മാങ്ങ മാത്രമാണ് വാങ്ങിയുള്ളൂ. ആ ചേട്ടനോട് സംസാരിക്കാൻ നല്ല രസമുണ്ടായി. ഇവിടെ വന്നിട്ട് ഇങ്ങനെ മലയാളി കണക്ഷനുള്ള ഒരാളെ കാണാൻ പറ്റുമെന്ന് ഏതായാലും ഞങ്ങൾ വിചാരിച്ചതല്ല. ഇവിടെ നോക്കി, മഴയില്ല വെയിലും ഇല്ല, പക്ഷെ എല്ലാവരും കുട പിടിച്ചിട്ടുണ്ട്. എന്താണ് അതിന് കാരണം എന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇവന്മാർ തന്നെയാണ് കാരണം. കാക്കകളും പിന്നെ പ്രാവുകളുമാണെന്ന് തോന്നുന്നു. നല്ല ഫൈറ്റാണ്. ഇവിടെ കുടയില്ലാണ്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പുൽവാവ ടവറിൽ കയറുന്നതിനേക്കാളും റിസ്ക് ഉള്ള പരിപാടിയാണ്. ഇതാണ് ക്യാൻഡി ലേക്ക്. 1807 ഉണ്ടാക്കിയ ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണിത്. ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് നമുക്കിനി പോകാനായിട്ടുള്ള ടെമ്പിൾ ഓഫ് ടൂത്ത്. ഇതാണ് ക്യാൻഡിയിലെ ഫേമസ് ആയിട്ടുള്ള ടൂത്ത് ടെമ്പിൾ, അല്ലെങ്കിൽ ടെമ്പിൾ ഓഫ് ടൂത്ത് റിലിക്. ശ്രീബുദ്ധൻ്റെ ഒരു പല്ല് ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഈ പേര് വരാനായിട്ടുള്ള കാരണം. ശ്രീബുദ്ധൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പല്ല് ആരോ എടുത്ത് സൂക്ഷിച്ചു. അത് ഒറീസയിലെ കലിംഗ രാജവംശത്തിൻ്റെ കയ്യിലായിരുന്നു 4-ാം നൂറ്റാണ്ട് വരെ. പിന്നെ അവിടെ നിന്ന് ഏതോ രാജാക്കന്മാർ അത് ശ്രീലങ്കയിലേക്ക് കടത്തിക്കൊണ്ടുവന്നു. ഇവിടെ പല രാജകുടുംബങ്ങളുടെയും കയ്യിലൂടെ അത് കടന്നുപോയി. അവസാനം ക്യാൻഡി രാജവംശത്തിൻ്റെ കയ്യിലെത്തി. ഇവിടെ ഫുൾ ആനക്കൊമ്പ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ കൊത്തുപണികളും ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ സാധാരണയായിട്ട് നോർത്ത് ഇന്ത്യയിലും മറ്റും കാണുന്ന രീതിയിലുള്ള ബുദ്ധക്ഷേത്രം അല്ല ഇത്. തമിഴ്നാട്ടിലേക്കുള്ള ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഒരു കൺസ്ട്രക്ഷൻ രീതി പോലെ തോന്നുന്നുണ്ട് കാണുമ്പോൾ. പഴയ ശ്രീലങ്കയുടെ പൊളിറ്റിക്സിൽ വലിയ സ്ഥാനമാണ് ഈ ടൂത്ത് റിലിക്കിന്. ഇതുള്ള കുടുംബത്തിന് രാജ്യം ഭരിക്കാനുള്ള അവകാശം ഉണ്ടെന്നായിരുന്നു വിശ്വാസം. ഇപ്പോഴും ബുദ്ധമത വിശ്വാസികളുടെ ഇടയ്ക്ക് വലിയ സ്ഥാനമാണ് ഈ ടൂത്ത് റിലിക്കിനുള്ളത്. ടൂത്ത് ടെമ്പിൾ ഒരു യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റാണ്. ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് 1500 ലങ്കൻ രൂപയാണ് വരുന്നത്. നമ്മൾ തിരിച്ച് ഹോംസ്റ്റേന്ന് ക്യാൻറ്റീനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് അവരുടെ വീട്ടിൽ നിന്നുള്ളൊരു ഷോർട്ട് കട്ടാണ് ഈ വഴി. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ തിരിച്ചു വന്നപ്പോഴും ഈ വഴി തന്നെയാണ് വന്നത്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ കണ്ടു ഇങ്ങനെ ഒരു വഴി. പക്ഷേ ആകെ കൺഫ്യൂസിങ് ആയി. രാത്രി ഒരു ലൈറ്റൊന്നും ഇല്ല, ആകെ ഡാർക്കായിരുന്നു. നമ്മൾ അങ്ങനെയെങ്കിലും എത്തിപ്പെട്ടു. ഈ സ്റ്റെപ്പ് കയറിയാൽ ബസ് സ്റ്റോപ്പായി. അവിടെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ബസ് കിട്ടും. റെയിൽവേ സ്റ്റേഷനെത്തി. 8:45 നമുക്ക് പോകേണ്ട ട്രെയിൻ. നമ്മൾ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 30 മിനിറ്റും കൂടെ സമയം നമുക്കുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങണം.
ട്രെയിനിൻ്റെ പേരും സമയവും പ്ലാറ്റ്ഫോമും കാണിക്കുന്ന ഒരു ബോർഡാണിത്. കാണാൻ നല്ല രസമുണ്ട്. സ്റ്റേഷനുകളൊക്കെ ആ പഴയ വിൻറ്റേജ് ലുക്കിൽ തന്നെയാണ് ഇവർ നിർത്തിയേക്കുന്നത്. നമ്മളിന്ന് പോകുന്ന പട്ടിപ്പോല മെയിൻ ലൈനിൽ തന്നെയുള്ളൊരു സ്ഥലമാണ്. 4 അവറാണ് ഏകദേശം ജേണി വരുന്നത്. ഇതത്ര പോപ്പുലറായിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല. ശ്രീലങ്കൻ സെൻട്രൽ ഹൈലാൻഡ്സിൽ വരുന്ന ഒരു ചെറിയ വില്ലേജ് ഏരിയയാണ് ഈ പട്ടിപ്പോല. ഫുഡ് കഴിച്ചിട്ടില്ല. ഈ കടയിൽ സാൻഡ്വിച്ച്, ബർഗർ ഐറ്റംസാണ് കൂടുതലായിട്ടുള്ളത്. ഇവിടുത്തെ ബേക്കറികളിലൊക്കെ ഇതേപോലത്തെ ഐറ്റംസ് ഇഷ്ടംപോലെ കിട്ടും. അതേപോലെ സോസേജ് ഇവർ ഒരുപാട് യൂസ് ചെയ്യും. ഈ സിമിലർ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കണ്ടിട്ടുള്ള വേറൊരു സ്ഥലം ഗോവയാണ്. നമ്മുടെ ട്രെയിൻ വന്നു. നല്ല തിരക്കുണ്ട്. ഈ ട്രെയിനിൽ ഫുള്ള് ടൂറിസ്റ്റുകളാണ്. കൊളംബോ തൊട്ട് ബാദുല വരെ പോകുന്ന ഈ ട്രെയിനാണ് ടൂറിസ്റ്റുകളുടെ ഫേവറേറ്റ്. ഇതിൻ്റെ പേര് എല്ലാ OTC എന്നാണ്. അത്യാവശ്യം നീറ്റും ക്ലീനും ആയിട്ടുള്ള ട്രെയിനാണിത്. അതേപോലെ സ്പീഡും കുഴപ്പമില്ല. കുറഞ്ഞ ചിലവിൽ അത്യാവശ്യം കംഫർട്ടോടുകൂടി ട്രാവൽ ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ടൂറിസ്റ്റുകൾ ഈ ട്രെയിൻ പ്രിഫർ ചെയ്യുന്നത്. മെയിൻ ലൈനിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ സ്ട്രെച്ചിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഫുൾ തേയിലത്തോട്ടങ്ങളാണ്. നമ്മുടെ മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെ ട്രെയിനിൽ പോയി എങ്ങനെ ഉണ്ടാവും അതേപോലെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. നമുക്ക് പോകേണ്ട പട്ടിപ്പോല സ്റ്റേഷനിലേക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ക്യാൻഡി ടു എല്ലാമാണ് ടിക്കറ്റ് ബുക്ക് ചെയ്ത്. 2 പേർക്ക് 2500 ലങ്കൻ റുപ്പി, 600 ഇന്ത്യൻ രൂപയാണ് ആയത്. 3rd ക്ലാസ് ആയിരുന്നു ടിക്കറ്റ്. 3rd ക്ലാസ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ സീറ്റിൽ ഇരിക്കുന്നതിനേക്കാളും ഈ ട്രെയിനിൽ ഡോറിൻ്റെ സൈഡിൽ ഇരിക്കാനാണ് തിരക്ക് കൂടുതൽ. ഈ റൂട്ടിൽ ട്രെയിനുകൾ പൊതുവെ പതുക്കെ പോണതുകൊണ്ട് കുറേ പേര് ഡോറിൽ തൂങ്ങിക്കിടന്ന് ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം ഡ്രസ്സ് വരെ എടുത്തിട്ട് വരുന്നവരുണ്ട്. ശ്രീലങ്ക ട്രെയിൻ എന്ന് ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറേ ഫോട്ടോസും റീൽസും ഒക്കെ കാണാൻ പറ്റും. അതൊക്കെ എടുക്കുന്നത് ഈ റൂട്ടിൽ നിന്നാണ്. നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്താറായി. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. എല്ലാ ഡോർസും ലോക്ക്ഡാണ്. അതുകൊണ്ട് നമ്മൾ എൻജിൻ്റെ അടുത്തുള്ള ഗാർഡ് റൂമിൽ വന്നു. പുള്ളി ഇവിടുത്തെ ഡോർ തുറന്നിട്ട് നമ്മൾ ഇറക്കി വിടാമെന്ന് പറഞ്ഞു. ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടാണ് ഡോറെല്ലാം ലോക്ക് ചെയ്തതെന്നാണ് പുള്ളി പറഞ്ഞത്. നമുക്കേതായാലും ഡൗട്ട് തോന്നി ഇങ്ങോട്ട് വന്നത് നന്നായി. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നേനെ. ഒരു ചെറിയ സ്റ്റേഷനാണിത്. ആരും ഇറങ്ങുകയോ കയറുകയോ ഒന്നും ചെയ്തില്ല. സ്റ്റേഷനിൽ നിന്ന് 500 മീറ്ററാണ് നമ്മൾ ബുക്ക് ചെയ്ത ഹോം സ്റ്റേയിലേക്കുള്ള ദൂരം. ആദ്യം ഹോം സ്റ്റേ കണ്ടുപിടിക്കണം, ഫുഡ് കഴിക്കണം, പിന്നെ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങാം. ഈ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് വീഡിയോ. അത് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പട്ടിപ്പോലയിലെ കാഴ്ചകളുമായി കാണാം.